നിലവിലുള്ള ഭരണകൂടത്തിൽ സർക്കാരിൻ്റെ വിലയിരുത്തലാണ്. അത് വിലയിരുത്തൽ തന്നെയാണ്, അതനുസരിച്ച് തന്നെയാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക എന്ന് തന്നെയാണ് കരുതുന്നത്. ജില്ലാ വിഭജനം എന്നുള്ള സംഭവം PV അൻവർ ഉയർത്തിയതല്ല. SDPI 2010 തൊട്ട് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാവശ്യമാണ്. ജില്ല വിഭജിക്കണമെന്ന്. ജില്ലയിൽ ജനാധിക്യമാണ്. 42 ലക്ഷം 2011 കന്യാകുമാരി കണക്കനുസരിച്ച് 42 ലക്ഷത്തിലധികം ജനങ്ങളുണ്ട്. മറ്റുള്ള ജില്ലകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ മറ്റ് 3 ജില്ലകൾ ഉൾക്കൊള്ളുന്ന അത്രയും ജനങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ല തിരൂർ ആസ്ഥാനമായി ഒരു പുതിയ ജില്ല പ്രഖ്യാപിച്ചുകൊണ്ട് വിഭജിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് SDPI ആണ്. ഇപ്പോഴും SDPI അത് അങ്ങനെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ RSS പോലീസ് ബന്ധത്തെക്കുറിച്ചും RSSൻ്റെ പോലീസുകളിലൊക്കെ തന്നെ RSSൻ്റെ സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്നും എന്ന കാര്യങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചതും പ്രതിഷേധിച്ചതൊക്കെ തന്നെ SDPI ആയിരുന്നു. അതിനുശേഷം അൻവർ LDFിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിന് ശേഷം ആദ്യമായി അദ്ദേഹം പ്രതികരിച്ച സംഗതി ഇവിടെ LDFും UDFും NDM എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു നെക്സസ് നിലവിലുണ്ട് എന്നാണ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? അദ്ദേഹം LDFിൽ നിന്ന് UDFിലേക്ക് ചേക്കാനുള്ള പരിശ്രമം നടത്തിയപ്പോൾ അത് അദ്ദേഹം ഉപേക്ഷിച്ചു. അത് സാധ്യമല്ല. LDFും UDFും ഒക്കെ ചേർന്നുകൊണ്ട് നെക്സസ് ഉണ്ട് എന്ന് പറയുകയും ചെയ്യുക, പിന്നെ UDFിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് തമസ്കരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ആശയം അതിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയാണ് ചെയ്തത്. പിന്നീട് UDFിലും കടക്കാൻ സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും അതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ SDPIയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അൻവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യവും. അതായത് ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് ഉത്തരവാദി മിസ്റ്റർ PV അൻവറാണ്. അദ്ദേഹം 9 കൊല്ലക്കാലം ഈ LDFിനോടൊപ്പം നിൽക്കുകയും അവസാനത്തെ ഒരു വർഷമായപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴാണ് അത് തോന്നിയത്. അതുവരെ എന്തുകൊണ്ട് അദ്ദേഹം അത് പറയാൻ തയ്യാറായില്ല? ഈ അവസാന ഘട്ടത്തിൽ ഇറങ്ങിപ്പോരുന്നതിന് വേണ്ടി ഒരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് അത് തുറന്നു പറയാണ്. യഥാർത്ഥത്തിൽ എന്നോ ഉള്ള ഒരു വസ്തുതയാണത്. അങ്ങനെ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണക്കാരൻ. അത് ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. വന്യജീവി പ്രശ്നവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വന്യജീവികളുടെ അക്രമങ്ങളും സംഭവങ്ങളും തന്നെ ഇന്നും നിലയുള്ള വിഷയമല്ല. അതൊന്നും തന്നെ പരിഹരിച്ചു കൊടുക്കാൻ ഇതുവരെ ഭരിച്ച ഭരണകൂടങ്ങൾക്കൊന്നും തന്നെ LDF വന്നു. 3.5 പതിറ്റാണ്ട് കാലം UDF ഭരിച്ചതാണ് ഇവിടെ. 9 കൊല്ലക്കാലം LDF ഭരിച്ചതാണ് ഇവിടെ. ഇവർക്കൊന്നും തന്നെ ജനങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ അതുവരെ സാധിച്ചിട്ടില്ല. അത് ഇപ്പോൾ അവരാരും തന്നെ അത് പറയാൻ തയ്യാറാകുന്നില്ല, പറയാൻ സാധ്യവുമില്ല. അവരൊക്കെ തന്നെയാണ് ഇതിന് യഥാർത്ഥത്തിൽ കാരണക്കാർ. വന്യജീവികളിൽ നിന്ന് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് SDPI ഇവിടെ ഈ മണ്ഡലത്തിൽ, ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മലയോര രക്ഷായാത്ര എന്ന പേരിൽ കൃത്യമായി ബോധ്യപ്പെട്ടതാണ് ജനങ്ങൾ ഭീതിയോടുകൂടിയാണ് ജീവിക്കുന്നത്. അതിലേറെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വർഷക്കെടുതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെ കവളപ്പാറയിലൊക്കെ ഉണ്ടായ പ്രകൃതിക്ഷോഭം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്നും പരിഹരിക്കാനുള്ള ഒരു മാർഗങ്ങളും ഇവിടെ ആരും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതാണ് ഇവിടെ വിഷയമാകേണ്ടത്. ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതല്ലാത്ത ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് പലപ്പോഴും UDFും LDFും ഒക്കെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരാണ് ഇതിന് കാരണക്കാരൻ. അവരാണ് ഈ ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊന്നും നടത്താത്തത്. യഥാർത്ഥത്തിൽ SDPI മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാകേണ്ടത്. ആശങ്കയോടുകൂടിയും ആശയോടുകൂടിയും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് SDPIയെ തന്നെയാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദിവാസികളുടെ സമരം. ആദിവാസികൾ 2012 അവർക്ക് ഭൂമി, അവർക്ക് കൃഷിയിടമായിട്ടും അവർക്ക് പാർക്കാനും ഇടം നൽകണമെന്നാവശ്യപ്പെട്ട് 2012 സമരം നടത്തിയിരുന്നു. SDPIയുടെ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കലാണ് അതിന് നേതൃത്വം നൽകിയത്. പിന്നെ 2023 ബിന്ദു വൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ സമരം നടന്നു. അനിശ്ചിതകാല ഒരു സത്യാഗ്രഹം നടത്തി നിലമ്പൂരിൽ വെച്ചുകൊണ്ട് 315 ദിവസം ആ സമരം നിലനിന്നു. 315ാമത്തെ ദിവസം ബിന്ദു വൈലാശ്ശേരിയുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടപ്പോഴാണ് ഭരണകൂടം അതിൽ ഇടപെട്ടത്, സർക്കാർ അതിൽ ഇടപെട്ടത്. സർക്കാർ അവരുമായിട്ട് ചർച്ചയ്ക്കിരുന്നു. ആ ചർച്ചയ്ക്കൊടുവിൽ അവർ കരാറിലെത്തി.
ആ കരാർ പ്രകാരം അന്ന് സമരം ചെയ്ത 60 കുടുംബങ്ങൾ, ആ 60 കുടുംബങ്ങൾക്ക് 50 സെൻറ്റ് വീതം വസ്തു നൽകാൻ സർവേ നടത്തിയിട്ട് നൽകാൻ വേണ്ടി തീരുമാനമുണ്ടാക്കി. ആ ഒരു കരാർ എഴുതി. ആ കരാറിൽ കൃത്യമായി 31/12/2024 മുമ്പ് ഈ 60 കുടുംബങ്ങൾക്ക് 50 സെൻറ്റ് വീതം വസ്തു നൽകാമെന്ന് തീരുമാനമാവുകയും ആ കരാറിൽ ഒപ്പിട്ടത് ബിന്ദു വൈലാശ്ശേരിയും ഗ്രോ വാസുവേട്ടൂരായിരുന്നു. അപ്പുറത്ത് സർക്കാരിന് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലാ കലക്ടറും. അങ്ങനെ 31/12/2024 കഴിഞ്ഞിട്ടും അതിന് നടപടി ഉണ്ടായില്ല. അങ്ങനെ ഉടമ്പടി ഉണ്ടാക്കിയിട്ട് പോലും അത് കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചില്ല. പലപ്പോഴും സർക്കാരിനെ ബന്ധപ്പെട്ട അത് നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ മാസം അവർ ഒന്നിച്ച് ജില്ലാ കലക്ടർ എടുത്തു വന്നു. ജില്ലാ കലക്ടർ ഒപ്പിട്ട ഉടമ്പടിയാണത്. ചോദിച്ച സമയത്ത് കലക്ടറെ കാണാൻ പോലും അവർക്ക് പെർമിഷൻ നൽകേണ്ടായില്ല. അവസാനം അവർ നിർബന്ധിച്ചപ്പോഴാണ് കാണാൻ സമ്മതിക്കുകയും പക്ഷേ അതിന് വീണ്ടും സമയം നീട്ടി തരണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അവരിപ്പോൾ മലപ്പുറം കലക്ട്രേറ്റിന് മുമ്പിൽ അവർ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുക. ഇതുവരെ അതിനൊരു നടപടിയെടുക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. വളരെ കൃത്യമായ ഒരു തെളിവാണ് ഈ അടിസ്ഥാന ജനവിഭാഗമായ ഈ ആദിവാസികളുടെ കാര്യങ്ങളിൽ പോലും സർക്കാരിന് ഈ രീതിയിലുള്ള നയമാണെന്ന് കാണിക്കുന്നതിൻ്റെ കൃത്യമായ തെളിവാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും അവരെ കാണാനോ ആ ഉടമ്പടി നടപ്പാക്കാനുള്ള നടപടികളോ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സംശയവുമില്ല, ജനങ്ങൾ ആശങ്കയിലാണ്. ജനങ്ങൾ അവരുടെ ജീവൻ തന്നെ സുരക്ഷയില്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് അവർ SDPക്ക് വോട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല ഒരിക്കലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. SDP ശക്തമായി മുന്നോട്ട് പോകുന്നു. അത്തരം രീതിയിലുള്ള ED അന്വേഷണങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ ജയിലിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ പ്രവർത്തകരിൽ യാതൊരു തരത്തിലുള്ള അവർ മുന്നോട്ട് പോവുകയാണ് വളരെ ശക്തമായിട്ട്. അതൊക്കെ തന്നെ ഇതിനെതിരായ ഈ പാർട്ടിക്കെതിരായ തെറ്റായ നടപടികളാണ്, സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ തെറ്റായ നടപടികളാണ്. അതൊക്കെ സർക്കാർ തിരുത്തേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SDPയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആരോപിക്കപ്പെടുന്ന യാതൊരു തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തവുമാണ്. UDFനെ പോലെ LDFനെ പോലെ അൻവറിനെ പോലെ SDP യും വളരെ കൃത്യമായ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.